അദ്ദേഹത്തിൻ്റെ അൽ അഖീദത്തുൽ വാസിത്തിയ്യ എന്ന റിസാലയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ലാഹ് പറയുന്നു, ഇഅ്തിഖാദു വൽ ഫർഖത്തി നാജിയത്തി അൽ മൻസൂറ ഇലാ ഖിയാമി സാഅ അഹ്ലി സുന്നത്തി വൽ ജമാഅ അൽ ഈമാനു ബില്ലാഹ് വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽ ബഅസി ബഅദൽ മൗത്ത് والإيمان بالقدر خيره وشره. അഹ്ലുസുന്നത്തിൻ്റെ വിശ്വാസം അത് എന്താണ്? ചുരുക്കി പറഞ്ഞാൽ അൽ ഈമാനു ബില്ലാഹ് വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽ ബഅസി ബഅദൽ മൗത്ത് വൽ ഈമാനു ബിൽ ഖദരി ഖൈരിഹി വശർരിഹി. നമ്മുടെ വിശ്വാസം, മുസ്ലിമീങ്ങളുടെ വിശ്വാസം, അത് ഈ 6 ഉസൂലുകളിൽ നിൽക്കുന്നു. ഉസൂലുൽ ഈമാൻ എന്നറിയപ്പെടുന്ന 6 കാര്യങ്ങൾ. ഒന്ന് അൽ ഈമാനു ബില്ലാഹ്, അള്ളാഹുവിലുള്ള വിശ്വാസം, വമലായികതിഹി, അവൻ്റെ മലക്കുകളിലുള്ള വിശ്വാസം, വകുതുബിഹി, അവൻ്റെ കിതാബുകളിലുള്ള വിശ്വാസം, റുസുലിഹി, അവൻ്റെ റസൂലുകളിലുള്ള വിശ്വാസം, വൽ ബഅസി ബഅദൽ മൗത്ത്, മരണശേഷമുള്ള പുനരുദ്ധാനത്തിൽ പരലോകത്തിലുള്ള വിശ്വാസം, വൽ ഖദരി ഖൈരിഹി വശർരിഹി വൽ ഈമാനു ബിൽ ഖദരി ഖൈരിഹി വശർരിഹി, അള്ളാഹുവിൻ്റെ ഖദറിൽ, അള്ളാഹുവിൻ്റെ വിധിയിലുള്ള വിശ്വാസം, അതിലെ ഖൈറിലും ഷർറിലും. ഇതാണ് ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ലാഹ് അഹ്ലുസുന്നത്തിൻ്റെ വിശ്വാസം വിവരിക്കുമ്പോൾ തുടക്കത്തിൽ ആമുഖമായി ആദ്യം പറഞ്ഞിട്ടുള്ളത്, ആദ്യം എണ്ണിയിട്ടുള്ളത് ഇതാണ്. ഇതാണ് എന്തറിയപ്പെടുന്നത്? ഈ 6 കാര്യങ്ങളാണ് ഉസൂലുൽ ഈമാൻ എന്നറിയപ്പെടുന്നത്. ഉസൂലു അൽ ഈമാൻ അഥവാ ഈമാനിൻ്റെ അസ്ലുകൾ, ഈമാനിൻ്റെ അസ്ലുകൾ, ഈമാൻ കാര്യങ്ങൾ എന്നെല്ലാം നമ്മൾ ചെറിയ പ്രായത്തിലെ പഠിക്കുന്നത് ഈ 6 കാര്യങ്ങളാണ്. നോക്കൂ, ഈ 6 കാര്യങ്ങൾ വന്നിട്ടുള്ള പ്രമാണങ്ങളിൽ വളരെ പ്രസിദ്ധമാണ് ഹദീസു ജിബ്രീൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ജിബ്രീൽ അലൈഹിസ്സലാം വരികയും എന്നിട്ട് ഈമാൻ എന്താണെന്ന് ചോദിക്കുകയും ചെയ്ത ഹദീസ്, ഹദീസു ജിബ്രീൽ എന്നാണത് അറിയപ്പെടുന്നത്. ഇമാം മുസ്ലിമിൻ്റെ സഹീഹിൽ, ഇമാം മുസ്ലിം ഒന്നാമതായി ഉദ്ധരിച്ച ഹദീസ് അതാണ്. സഹീഹ് മുസ്ലിമിലെ ആദ്യത്തെ ഹദീസ് ഏതാണ്? ഹദീസു ജിബ്രീൽ. ആദ്യത്തേതെന്ന് പറഞ്ഞാൽ സഹീഹ് മുസ്ലിമിന് ഒരു ആമുഖമുണ്ട്, അതിനൊരു മുഖദ്ദിമയുണ്ട്. അതിൽ പല ഹദീസുകളും ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഇൽമുൽ ഹദീസിനെ കുറിച്ച് പറയാൻ, ഹദീസ് നിദാനശാസ്ത്രവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പറയാനൊക്കെ ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസുകളാണ്. പക്ഷേ സഹീഹ് മുസ്ലിം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് കിതാബുൽ ഈമാൻ കൊണ്ടാണ്. മുഖദ്ദിമ കഴിഞ്ഞ് അതിൻ്റെ ആമുഖം കഴിഞ്ഞ് കിതാബുൽ ഈമാൻ കൊണ്ടാണ് ആരംഭിക്കുന്നത്. അതിൽ ആദ്യത്തെ ഹദീസ് ഹദീസു ജിബ്രീലാണ്. എന്താണ് ഹദീസു ജിബ്രീൽ? ഹദീസു ജിബ്രീൽ ഉദ്ധരിക്കുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ഉമറിൽ നിന്ന് ഉമറിൻ്റെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, മറ്റൊരു സഹാബിയാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. ഹദീസ് ഉദ്ധരിക്കാനുള്ള കാരണം, മഅബദുൽ ജുഹനി എന്ന പേരിലുള്ള ഒരാൾ മറ്റൊരു നാട്ടിൽ ഖദറിനെ, അള്ളാഹുവിൻ്റെ ഖദറിനെ നിഷേധിക്കാൻ ആരംഭിച്ചു, അയാളും അയാളുടെ കൂടെയുള്ളവരും. അപ്പോൾ അതേക്കുറിച്ച് ചോദിക്കാൻ ചിലർ അബ്ദുല്ലാഹ് ഇബ്നു ഉമറിൻ്റെ അരികിലേക്ക് വന്നു, 2 പേർ. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ മഅബദുൽ ജുഹനി എന്നു പേരുള്ള ഒരാളുണ്ട്, ഖദറിനെ നിഷേധിക്കുന്നു, കാര്യങ്ങളെല്ലാം നേരത്തെ തീരുമാനിക്കപ്പെട്ടതല്ല, പുതുതായി ഇങ്ങനെ നടക്കുന്നതാണ്, അള്ളാഹുവിൻ്റെ ഖദർ, അള്ളാഹുവിൻ്റെ വിധി നേരത്തെ കഴിഞ്ഞു പോയിട്ടില്ല എന്ന് പറയുന്നു. ഇബ്നു ഉമർ ഇത് കേട്ടപ്പോൾ പറഞ്ഞു, അവരെ കണ്ടാൽ അറിയിക്കുക, അന്നി ബരീഉം മിൻഹും വഹും ബുറാഉ മിന്നി, എനിക്കവരുമായി, അബ്ദുല്ലാഹ് ഇബ്നു ഉമറിന് അവരുമായി യാതൊരു ബന്ധവുമില്ല എന്ന്, അവർക്ക് ഞാനുമായും ഒരു ബന്ധവുമില്ല എന്ന്, അവരുമായുള്ള ബറാഅത്ത് ഇബ്നു ഉമർ പ്രഖ്യാപിച്ചു. എന്നിട്ട് പറഞ്ഞു, ഉമർ ഇബ്നുൽ ഖത്താബ് അഥവാ അദ്ദേഹത്തിൻ്റെ പിതാവ് പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് ഹദീസു ജിബ്രീൽ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് ഹദീസു ജിബ്രീൽ? സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കവേ ഒരു യുവാവ് കടന്നു വരികയാണ്. കറുകറുത്ത മുടിയുള്ള വെളുവെളുത്ത വസ്ത്രം ധരിച്ച ഒരാൾ, യാത്രയുടെ അടയാളങ്ങളൊന്നുമില്ല, എന്നാൽ അദ്ദേഹത്തെ സഹാബത്തിന് ആർക്കും പരിചയവുമില്ല. ഒന്നുകിൽ പുറത്തുനിന്ന് വരുന്ന ആളായിരിക്കണം, പക്ഷേ യാത്ര ചെയ്തതിൻ്റെ അടയാളങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ അവിടെയുള്ളവർക്ക് പരിചയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ വന്നിരുന്നു, തൊട്ടരികിൽ വന്നിരുന്നു. എന്നിട്ട് ഇസ്ലാം എന്താണെന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം കാര്യങ്ങൾ, 5 ഇസ്ലാം കാര്യങ്ങൾ, അർക്കാനുൽ ഇസ്ലാം പറഞ്ഞു.
അപ്പോൾ പറഞ്ഞു സദഖ്ത, താങ്കൾ പറഞ്ഞത് സത്യമാണ്. ഉമർ പറയുകയാണ്, അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് അത്ഭുതം തോന്നി. കാരണം ആൾ തന്നെ ചോദിക്കുന്നു, ആൾ തന്നെ ഉത്തരം കേട്ടപ്പോൾ അത് ശരിവെക്കുകയും ചെയ്തു. അഖ്ബിർനി അനിൽ ഈമാൻ, ഈമാൻ എന്താണെന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽ യൗമിൽ ആഖിർ വതുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരിഹി. നീ അള്ളാഹുവിലും അവൻ്റെ മലക്കുകളിലും കിതാബുകളിലും അവൻ്റെ റസൂലുകളിലും അന്ത്യനാളിലും വിശ്വസിക്കലാണ്. നീ അള്ളാഹുവിൻ്റെ ഖദറിൽ, അതിലെ ഖൈറിലും ഷറിലും വിശ്വസിക്കലാണ്. പിന്നെയും ചോദ്യങ്ങൾ ചോദിച്ചു. ഇഹ്സാൻ എന്താണ്? നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ ആരാധിക്കലാണ്. നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിൽ അവൻ നിന്നെ കാണുന്നുണ്ട്. അന്ത്യനാൾ എപ്പോഴാണ്? ചോദിച്ച ആളേക്കാൾ അതിനെക്കുറിച്ച് വിവരമൊന്നുമില്ല. അതിൻ്റെ അടയാളങ്ങൾ എന്താണ്? അടിമ സ്ത്രീ യജമാനത്തിയെ പ്രസവിക്കലാണ്. ദരിദ്രരും ചെരുപ്പില്ലാത്തവരും വസ്ത്രമില്ലാത്തവരുമായ ആട്ടിടയന്മാർ കെട്ടിട നിർമ്മാണത്തിൽ മത്സരിക്കലാണ്. അദ്ദേഹം തിരിഞ്ഞുപോയി. പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആളെ തിരിച്ചു വിളിക്കാൻ സഹാബത്ത് ചെന്നപ്പോൾ ആരെയും കാണാനില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതാക്കും, അത് ആരാണ്? ജിബ്രീലാണ്. അതാക്കും യുഅല്ലിമുക്കും ദീനക്കും. അത് ജിബ്രീലായിരുന്നു അലൈഹിസ്സലാം. നിങ്ങളുടെ ദീൻ പഠിപ്പിക്കാൻ വന്നതാണ്. ഒരുപാട് ഗുണപാഠങ്ങളുള്ള സുദീർഘമായ ഹദീസാണ് ഹദീസു ജിബ്രീൽ. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാൻ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഈ 6 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. അതുകൂടാതെ ഈ പറയപ്പെട്ട 6 കാര്യങ്ങൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. അതിൽ 5 കാര്യങ്ങൾ ഒരുമിച്ച് വന്ന ആയത്തുകളുണ്ട്. അള്ളാഹുവിലും മലക്കുകളിലും കിതാബുകളിലും റസൂലുകളിലും അന്ത്യദിനത്തിലുള്ള വിശ്വാസം. ഖദറിൻ്റെ കാര്യം പ്രത്യേകം മറ്റുള്ള ആയത്തുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഖദറിലുള്ള വിശ്വാസം, അള്ളാഹുവിൻ്റെ വിധിയിലുള്ള വിശ്വാസം യഥാർത്ഥത്തിൽ അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെ ഭാഗം തന്നെയാണ്. വിശ്വാസത്തിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ നോക്കൂ, ഈ ഉസൂലുൽ ഈമാനിൽ ഈ 6 കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിലുള്ള വിശ്വാസമാണ്, റബ്ബിലുള്ള വിശ്വാസമാണ്. നിൻ്റെ റബ്ബിൽ നീ വിശ്വസിക്കുക, റഹ്മാനായ നിൻ്റെ റബ്ബിൽ, എന്നെന്നും ജീവിച്ചിരിക്കുന്ന, എല്ലാം നിയന്ത്രിക്കുന്ന, എല്ലാം കേൾക്കുന്ന, എല്ലാം കാണുന്ന, ആദ്യമേ ഉള്ള, തുടക്കമില്ലാത്ത, ഒടുക്കമില്ലാത്ത നിൻ്റെ റബ്ബിൽ. അവനിലാണ് നമ്മുടെ മുഴുവൻ പ്രതീക്ഷയും. അവനെക്കുറിച്ചാണ് നമ്മുടെ എല്ലാ ഭയവും, നമ്മുടെ എല്ലാ സ്നേഹവും അവനുള്ളതാണ്. നമ്മൾ അവൻ്റേതാണ്. ഒടുക്കം അവനിലേക്കാണ്. വഅന്ന ഇലാ റബ്ബിക അൽ മുൻതഹ. നിൻ്റെ റബ്ബിലേക്കാണ് ഒടുക്കം. ആ റബ്ബിൽ വിശ്വസിക്കാത്തവൻ്റെ ജീവിതം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരർത്ഥവുമില്ലാത്ത ജീവിതമാണ്. റബ്ബിൽ വിശ്വാസമില്ലാത്തവൻ്റെ ജീവിതം അതെന്ത് ജീവിതമാണ്? ആരിലാണ് അവൻ പ്രതീക്ഷ അർപ്പിക്കുക? ആരിലേക്കാണ് അവൻ കൈകൾ ഉയർത്തുക? ആർക്കു വേണ്ടിയാണ് അവൻ വരാനിരിക്കുന്ന പോംവഴിക്ക് വേണ്ടി ആരിലാണ് അവൻ കാത്തിരിക്കുക? ആരിലാണ് അവൻ അവലംബം അർപ്പിക്കുക? ആർക്കു വേണ്ടിയാണ് അവൻ ജീവിക്കുന്നത്? ആരെ തൃപ്തിപ്പെടുത്താനാണ് അവൻ ജീവിക്കുന്നത്? ആരെയാണ് അവൻ ആരാധിക്കുന്നത്? അള്ളാഹുവിൽ അവന് വിശ്വാസമില്ല എങ്കിൽ, അള്ളാഹുവിലുള്ള വിശ്വാസമാണ് നമ്മുടെ ജീവിതം നേരെയാക്കുന്നത്. അള്ളാഹു പറഞ്ഞു, മൻ അമില സാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ ഫലനുഹ്യിയന്നഹു ഹയാതൻ തയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. ആരാണോ സാലിഹായ അമൽ ചെയ്യുന്നത് മുഅ്മിനായിക്കൊണ്ട്, ഫലനുഹ്യിയന്നഹു ഹയാതൻ തയ്യിബ, നാം അവനെ നല്ല ഒരു ജീവിതം ജീവിപ്പിക്കുന്നതാണ്. വലനജ്സിയന്നഹും അജ്റഹും, അവർക്ക് നാം പ്രതിഫലം നൽകും, ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും നല്ല പ്രതിഫലം. നോക്കൂ, ആയത്ത് അള്ളാഹു പറയുന്നത് ഫലനുഹ്യിയന്നഹു ഹയാതൻ തയ്യിബ, അവന് നാം വിശിഷ്ടമായ നല്ല ഒരു ജീവിതം നൽകുന്നതാണ്. അള്ളാഹുൽ വിശ്വാസമില്ലാത്തവരുടെ ജീവിതം നോക്കൂ, അത് നരകിച്ച ജീവിതമാണ്. എത്ര പൈസ അവൻ്റെ കയ്യിലുണ്ടെങ്കിലും, എത്ര വലിയ കൊട്ടാരത്തിൽ അവൻ താമസിച്ചാലും, എത്ര വലിയ വാഹനത്തിൽ അവൻ സഞ്ചരിച്ചാലും, അള്ളാഹുൽ വിശ്വാസമില്ലേ, അവൻ്റെ ജീവിതം നരകിച്ച ജീവിതമാണ്. റബ്ബിലുള്ള വിശ്വാസമാണ് യഥാർത്ഥത്തിൽ ജീവിതം തയ്യിബത്താക്കി തീർക്കുന്നത്. അതുകൊണ്ട് റബ്ബിൽ വിശ്വാസം അർപ്പിച്ച അവനെ അനുസരിക്കുന്നവനാണ് ഏറ്റവും വിശാലമായ ഹൃദയമുള്ള, ഏറ്റവും വിശാലമായ ജീവിതം നയിക്കുന്ന ആളുകൾ. ഒരു സംശയവും അക്കാര്യത്തിലല്ല. സലഫുകളിൽ ചിലർ പറഞ്ഞതുപോലെ, നമ്മൾ മനസ്സിൽ അനുഭവിക്കുന്ന ഈ സുഖം അതെങ്ങാനും രാജാക്കന്മാരും രാജകുമാരന്മാരും അറിഞ്ഞിരുന്നുവെങ്കിൽ ലജഅലദൂന അലൈഹിം സുയൂഫ്, വാളുകൾ കൊണ്ട് ഇത് നേടിയെടുക്കാൻ നമ്മളോട് അവർ പോരാടിയേനെ. അള്ളാഹുവിൽ വിശ്വാസമുള്ള മുഅ്മിനിൻ്റെ സന്തോഷമാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ,
ദുനിയാവിലൊരു സ്വർഗമുണ്ട്, അതിൽ പ്രവേശിച്ചവനല്ലാതെ പരലോകത്തെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അതേത് സ്വർഗമാണ്? ജന്നത്തു താഅ, അള്ളാഹുവിനെ അനുസരിക്കുന്നത് കൊണ്ട് ഒരുവന് ലഭിക്കുന്ന മനോഹരമായ ജീവിതമാണ്, സന്തോഷപൂർണമായ ജീവിതമാണ്. ഇതിൻ്റെ എല്ലാം അടിത്തറ അള്ളാഹുള്ള വിശ്വാസമാണ്. അൽ ഈമാനു ബില്ലാഹ്, അള്ളാഹുലുള്ള വിശ്വാസം. പ്രിയമുള്ളവർ, എന്താണ് റബ്ബിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ? അള്ളാഹുലുള്ള വിശ്വാസം എന്നാൽ എന്താണ്? റബ്ബിലുള്ള വിശ്വാസം 4 കാര്യങ്ങൾ അടങ്ങിയതാണ്. 4 കാര്യങ്ങൾ അടങ്ങിയതാണ് അള്ളാഹുലുള്ള വിശ്വാസം. ഒന്ന്, റബ്ബുണ്ട് എന്ന വിശ്വാസം, അള്ളാഹുവിൻ്റെ വുജൂദിലുള്ള വിശ്വാസം, അഥവാ അള്ളാഹു ഉണ്ട് എന്ന വിശ്വാസം. 2, അള്ളാഹുവാണ് റബ്ബ്, അവൻ മാത്രമാണ് റബ്ബ് എന്ന വിശ്വാസം. 3, അള്ളാഹു മാത്രമാണ് ഇലാഹ്, അവൻ മാത്രമാണ് ആരാധനക്കാരൻ എന്ന വിശ്വാസം. 4, അള്ളാഹുവിൻ്റെ പേരുകളിലും വിശേഷണങ്ങളിലും അവൻ പഠിപ്പിച്ചതുപോലെ, അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെയുള്ള വിശ്വാസം. ഈ 4 കാര്യങ്ങളാണ് റബ്ബിലുള്ള ഈമാൻ. ഒന്ന്, അൽ ഈമാനു ബി വുജൂദില്ലാഹ്, അള്ളാഹു ഉണ്ട് എന്ന വിശ്വാസം. 2, എന്താണ്? അള്ളാഹുവാണ് റബ്ബ്, അവൻ മാത്രമാണ് റബ്ബ് എന്ന വിശ്വാസം. 3, അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്ന വിശ്വാസം. 4, അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്തിൽ, അവൻ്റെ പേരുകളിലും വിശേഷണങ്ങളിലും അവൻ പഠിപ്പിച്ചതുപോലെ, അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് തന്നതുപോലെ വിശ്വസിക്കുക. നിങ്ങൾ നോക്കൂ, ഇതിൽ ആദ്യത്തേത് അള്ളാഹു ഉണ്ട് എന്ന വിശ്വാസമാണ്, അവനുണ്ട് എന്ന വിശ്വാസം. റബ്ബ് ഉണ്ട് എന്നതിന് നോക്കൂ, അതിന് തെളിവുകളുള്ളതുപോലെ ഈ ലോകത്ത് മറ്റൊരു കാര്യത്തിനും തെളിവുകളില്ല. അതിന് തെളിവുകളുള്ളതുപോലെ ലോകത്ത് മറ്റൊരു കാര്യത്തിനും തെളിവില്ല. എന്ന് മാത്രമല്ല, ഈ തെളിവുകളെക്കാളെല്ലാം തെളിഞ്ഞുള്ളവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. തെളിവ് വേണ്ടത് എന്തിനാണ്? ആ വാക്ക് തന്നെ ദലീൽ, മലയാളത്തിൽ തെളിവ് എന്നൊക്കെ പറയുന്ന വാക്ക് സൂചിപ്പിക്കുന്നത് തന്നെ വെളിച്ചമെന്നാണ്, ഒരു അടയാളം എന്നാണ്. അടയാളം വേണ്ടത്, തെളിവ് വേണ്ടത് എന്തിനാണ്? യഥാർത്ഥത്തിൽ അവ്യക്തമായ ഒരു കാര്യത്തിനാണ്. എന്നാൽ ഈ തെളിവുകളെക്കാളെല്ലാം നീ റബ്ബുണ്ട് എന്നതിന് ഏത് തെളിവ് പറഞ്ഞാലും ആ തെളിവിനേക്കാളും തെളിഞ്ഞുള്ളവനാണ് ആര്? റബ്ബ് സുബ്ഹാനഹു വ തആല. അത്ഭുതമാണ്. അതുകൊണ്ടാണ് അള്ളാഹു ചോദിച്ചത്, അഫില്ലാഹി ശക്കുൻ ഫാത്തിരി സമാവാതി വൽ അർദ്. അഫില്ലാഹി ശക്കുൻ, അള്ളാഹുവിൻ്റെ നബിമാർ ചോദിച്ചതായി ഖുർആനിൽ കാണാം, സൂറത്ത് ഇബ്രാഹിമിൽ കാണാം. അഫില്ലാഹി ശക്കുൻ, അള്ളാഹുവിനെ കുറിച്ചോ സംശയം? ഫാത്തിരി സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവായ അള്ളാഹുവിനെ കുറിച്ചോ സംശയം? സംശയം എന്നതിന് ഒരു പ്രസക്തിയുമില്ല റബ്ബുണ്ട് എന്നതിന്. അതുകൊണ്ട് തന്നെ നോക്കൂ, ഇതിനുള്ള തെളിവുകൾ നമുക്ക് 1, 2, 3 എന്നിങ്ങനെ എണ്ണാൻ പറ്റിയതല്ല. മറിച്ച് ഈ തെളിവുകളെ നമുക്ക് എന്ത് ചെയ്യാം? ഈ തെളിവുകളെ വിവിധ ഭാഗങ്ങളാക്കി തിരിക്കാം. ഇന്ന് ഒരു തലക്കെട്ടിന് കീഴിൽ ഇങ്ങനെ തെളിവുകൾ, ഇന്ന തലക്കെട്ടിന് കീഴിൽ ഇങ്ങനെ തെളിവുകൾ എന്ന് പറയാനേ സാധിക്കും. അങ്ങനെ പറഞ്ഞാൽ നോക്കൂ, നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്നതിനുള്ള തെളിവുകളെ 4ആയി തിരിക്കാം. ഒന്ന്, മനുഷ്യൻ്റെ ഫിത്രത്തിലുള്ള തെളിവുകൾ, മനുഷ്യൻ്റെ ഫിത്രത്തിലുള്ള തെളിവുകൾ. ഫിത്രത്ത് അതിനുള്ള തെളിവാണ്. എന്താണ് ഫിത്ര? മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതി, അവന് അള്ളാഹു പടച്ച ആ ശുദ്ധ പ്രകൃതി. 2, അഖ്ൽ, ബൗദ്ധികമായ തെളിവുകൾ, ബുദ്ധിപരമായ തെളിവുകൾ. 3, ഷറ, അള്ളാഹു അവതരിപ്പിച്ച മതപ്രമാണങ്ങളിൽ അവൻ്റെ വഹയിൽ വന്നിട്ടുള്ള തെളിവുകൾ. 4, ഹെസ് എന്നാൽ എന്താണ്? അനുഭവവേദ്യമായ തെളിവുകൾ, അനുഭവങ്ങൾ. മനസ്സിലായില്ലേ? ഈ 4 തലക്കെട്ടുകൾക്ക് കീഴിൽ റബ്ബ് ഉണ്ട് എന്നതിനുള്ള തെളിവുകളെ നമുക്ക് തിരിക്കാം. 1 ഫിത്ര, 2 അഖ്ൽ, 3 ഷറ, 4 ഹിസ്. 1 ഫിത്രത്താണ്, മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതി. 2 അഖ്ലാണ്, ബുദ്ധിയാണ്. 3 ഷറആണ്, അള്ളാഹു അവതരിപ്പിച്ച മതപ്രമാണങ്ങളാണ്. 4 ഹിസ്സാണ്, അഥവാ മനുഷ്യൻ്റെ നമ്മുടെ അനുഭവമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവരിൽ വിശ്വസിക്കുമ്പോഴുള്ള 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അതിൽ 1ാമത്തെ കാര്യത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത്, അള്ളാഹു ഉണ്ട് എന്നതിന് ഉള്ള തെളിവുകൾ. ഫിത്ര, അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ തെളിവ്, അഥവാ മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതി. നോക്കൂ, സകല സൃഷ്ടിയും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്,
സൃഷ്ടികൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഏത് അവസ്ഥയിലാണ്? അവർക്കൊരു റബ്ബുണ്ട് എന്ന വിശ്വാസത്തിനു മേലാണ്. ഒന്നും ആലോചിച്ച് കണ്ടുപിടിക്കുകയോ ഗവേഷണങ്ങളിലൂടെ നിരീക്ഷണങ്ങളിലൂടെ ഒരാൾ ചിന്തിച്ചുണ്ടാക്കുകയോ ഒന്നും ചെയ്യാതെ മനുഷ്യൻ അള്ളാഹു പടച്ചത് എങ്ങനെയാണ്? അവൻ റബ്ബുണ്ട് എന്ന വിശ്വാസത്തിനു പുറത്താണ് പടച്ചിട്ടുള്ളത്. മനുഷ്യൻ അതിനെന്ത് ചെയ്യേണ്ടതില്ല, കുറേ ചിന്തിക്കേണ്ടതില്ല, അവനത് പഠിച്ചെടുക്കേണ്ടതില്ല, അവനെ ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല. മറിച്ച് ഇതാണ് മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതി. അവൻ ആ ശുദ്ധ പ്രകൃതിയിൽ നിന്ന് ശൈത്താനും അതുപോലെ അവൻ്റെ കൂടെയുള്ളവരും അവൻ്റെ ചുറ്റുമുള്ളവരും തെറ്റിച്ചു കൊണ്ടുപോയാൽ ഒഴികെ. നോക്കൂ, ഈ ശുദ്ധ പ്രകൃതിയിൽ നിന്ന് മനുഷ്യനെ ശൈത്താൻ അതുപോലെ അവൻ്റെ ചുറ്റുമുള്ളവരും തെറ്റിച്ചു കൊണ്ടുപോയാൽ ഒഴികെ മനുഷ്യരൊക്കെ ജനിക്കുന്നത് ഈ പ്രകൃതിയിലാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, കുല്ലു മൗലൂദിൻ യൂലദു അലാ അൽ-ഫിത്ര. ഓരോ കുഞ്ഞും ജനിക്കുന്നത് ഫിത്രത്തിലായിക്കൊണ്ടാണ്, ശുദ്ധ പ്രകൃതിയിലായിക്കൊണ്ടാണ്. ഫഅബവാഹു, അവൻ്റെ മാതാപിതാക്കളാണ്, യുഹൗവിദാനിഹി ഔ യുനസ്സറാനിഹി ഔ യുമജ്ജിസാനിഹി, അവനെ യഹൂദിയോ നസ്രാനിയോ മജൂസിയോ മുശ്രിക്കോ ഒക്കെ ആക്കി തീർക്കുന്നത് അവൻ്റെ മാതാപിതാക്കളാണ്. മറ്റു ചില ഹദീസുകളിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു മനുഷ്യരെ ഹുനഫാ ആയി പടച്ചു, ശൈത്താന്മാർ അവനെ വഴിതെറ്റിച്ച് കളഞ്ഞു. അപ്പോൾ നോക്കൂ, പിശാചും പിന്നെയോ അവൻ്റെ ചുറ്റുമുള്ളവരും, അവനെ വളർത്തിയ മാതാപിതാക്കളാകാം, അവൻ്റെ കൂടെ ജീവിക്കുന്ന ആളുകളാകാം, അവർ മനുഷ്യനെ അവൻ്റെ ഫിത്രത്തിൽ നിന്ന് കൊണ്ടുപോകാത്തിടത്തോളം മനുഷ്യൻ ഈ ഫിത്രത്തിലാണ് ജനിക്കുന്നത്. അഥവാ അവൻ്റെ റബ്ബുണ്ട് എന്ന വിശ്വാസം, മനുഷ്യൻ്റെ പ്രകൃതം അതാണ്, അവൻ്റെ റബ്ബുണ്ട് എന്നതാണ്, അവൻ്റെ ശുദ്ധ പ്രകൃതി അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ഈമാന നസല ഫീ ജദ്രി ഖുലൂബി الرجال ثم علموا من الكتاب ثم علموا من السنة. ഈമാൻ മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അടിവേരിൽ ഇറങ്ങിയിരിക്കുന്നു, പിന്നെ അവനത് കിതാബിൽ നിന്ന് സുന്നത്തിൽ നിന്ന് മനസ്സിലാക്കി, പിന്നെ അവൻ കിതാബിൽ നിന്ന് സുന്നത്തിൽ മനസ്സിലാക്കി. അതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ, ദീൻ ഒരാൾ പഠിച്ചുകൊണ്ടിരിക്കെ അയാൾ നട്ടു വളർത്തുന്നത് എന്തിനെയാണ്? തൻ്റെ ഫിത്രത്തിനെയാണ്, തൻ്റെ ശുദ്ധ പ്രകൃതിയാണ്. അതാണ് വളരുന്നത്. ഇസ്ലാം അതാണ്, അവൻ്റെ ശുദ്ധ പ്രകൃതിയാണ് അതിലൂടെ വളരുന്നത്. ഒരിക്കലും അവൻ തനിക്ക് അപരിചിതമായ ഒരു കാര്യമാണ്, ഇത് യോജിക്കാത്ത കാര്യമാണ് എന്ന് അവന് ശുദ്ധ ദീൻ പഠിക്കുമ്പോൾ തോന്നുകയില്ല. മറിച്ച് അവന് തോന്നുക ഇത് ശരിയാണ്. അതാണ് അള്ളാഹു ഖുർആനിൽ നൂറുൻ അല നൂർ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. സൂറത്തു നൂറിലെ ആയത്താണല്ലോ അള്ളാഹു പറഞ്ഞു, അള്ളാഹു നൂറു സമാവാതി വൽ അർദ്, അള്ളാഹു ആകാശഭൂമികളുടെ പ്രകാശമാണ്. മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫിഹ മസ്ബാഹ്, അവൻ്റെ പ്രകാശത്തിൻ്റെ ഉദാഹരണം ഒരു മിഷ്കാത്ത് പോലെയാണ്. മിഷ്കാത്ത് എന്നാൽ ഒരു വിളക്കുമാടം, വിളക്ക് വെക്കാനുള്ള സ്ഥലം. ഫിഹ മസ്ബാഹ്, അതിലൊരു വിളക്കുണ്ട്. മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫിഹ മസ്ബാഹ്, അൽ മിസ്ബാഹു ഫി സുജാജ. വിളക്ക് എവിടെയാണുള്ളത്? ഒരു സുജാജത്തിനാണ്, ഒരു സ്ഫടികത്തിന്, ഒരു ഗ്ലാസിനുള്ളിലാണുള്ളത്. അസ്സുജാജതു കഅന്നഹ കൗകബുൻ ദുർരിയുൻ, ആ വിളക്കിന് പുറത്തുള്ള സ്ഫടികം, അത് ആ ഗ്ലാസ് തന്നെ ഏതുപോലെയുണ്ട്? തിളങ്ങുന്ന ഒരു നക്ഷത്രം പോലെയുണ്ട്. കൗകബ ദുർരിയുൻ യൂഖദു മിൻ ഷജറത്തിൻ മുബാറക. അതുകൂടാതെ ഈ വിളക്ക് കത്തിക്കപ്പെടുന്നത്, കത്തിക്കാനുള്ള അതിൻ്റെ എണ്ണയോ, അത് മുബാറക്കായ മരത്തിൻ്റെ, ബറക്കത്ത് നൽകപ്പെട്ട മരത്തിൻ്റെ എണ്ണയാണ്. ഏതാണ് ബറക്കത്ത് നൽകപ്പെട്ട എണ്ണ? മരം സൈതൂന, ഒലീവാണ്. ലാ ഷർഖിയ വല ഗർബിയ, പാശ്ചാത്യ ദേശത്തെയോ പൗരസ്ത്യ ദേശത്തെയോ ഒലിവല്ല, കിഴക്കോ പടിഞ്ഞാറോ ഉള്ള ഒലിവല്ല. ലാ ഷർഖിയ വല ഗർബിയ യകാദു സൈതുഹാ യുദീഉ വലൗ ലം തംസസ്ഹു നാർ. ആ എണ്ണ പോലും തീ തട്ടിയില്ല എങ്കിൽ തന്നെ പ്രകാശിക്കുമാറാകുന്നു. ആ എണ്ണ തീ തട്ടിയില്ലെങ്കിൽ തന്നെ പ്രകാശിക്കാറായിട്ടുണ്ട്, വെളിച്ചമുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. ഇതോടൊപ്പം എന്തുണ്ടായി? ഈ എണ്ണ കൊണ്ട് കത്തിച്ച വിളക്കാണ്, അതിന് പുറത്താകട്ടെ ഒരു സുജാജത്തുണ്ട്, കണ്ണാടിയുണ്ട്, അത് തന്നെ തിളങ്ങുന്ന നക്ഷത്രം പോലെയാണ്. ഇതൊക്കെ കൂടിയപ്പോൾ എന്തുണ്ടായി? നൂറുൻ അല നൂർ, പ്രകാശത്തിനുമേൽ പ്രകാശം. യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ്റെ പ്രകാശത്തിലേക്ക് വഴി നടത്തുന്നു. വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസ് വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം.
അള്ളാഹു ജനങ്ങൾക്ക് വേണ്ടി ഉദാഹരണം വിവരിക്കുന്നു, അവൻ സകലതും അറിയുന്നവനാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, പ്രകാശത്തിനുമേൽ പ്രകാശമെന്ന് അള്ളാഹു വിശേഷിപ്പിച്ചത് മുഅ്മിനിൻ്റെ ഖൽബിനെയാണ്, മുഅ്മിനിൻ്റെ ഹൃദയമാണ്. കാരണം അവൻ്റെ ഹൃദയം നേരത്തെ ഫിത്രത്ത് കൊണ്ട് പ്രകാശിക്കുന്നതാണ്. നേരത്തെ ഫിത്രത്തിൻ്റെ പ്രകാശം അതിലുണ്ട്. അതോടൊപ്പം സുബ്ഹാനല്ലാഹ് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും അവൻ നന്മ തെളിവുകൾ പഠിക്കുന്നതിന് പ്രകാശത്തിനുമേൽ പ്രകാശം. എന്തായിരിക്കും ആ ഹൃദയം? സുബ്ഹാനല്ലാഹ്, എന്തായിരിക്കും ആ ഹൃദയം? അള്ളാഹു ആ നൂർ നമുക്ക് നമ്മുടെ ഹൃദയങ്ങൾക്ക് നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നൂറിന് റബ്ബിനോട് തേടിയിട്ടുണ്ട്. മസ്ജിദിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങുമ്പോൾ, ഫജ്റിന് ഇറങ്ങിയപ്പോൾ ചൊല്ലിയ ദുആ നിങ്ങൾ കേട്ടിട്ടില്ലേ? اللهم اجعل في قلبي نورا وفي لساني نورا واجعل في سمعي نورا واجعل في بصري نورا واجعل من خلفي نورا من أمامي نورا واجعل من فوقي نورا ومن تحتي نورا اللهم أعطني نورا. മറ്റു ചില റിവായത്തുകൾ اللهم عظم لي نورا, അള്ളാഹു എൻ്റെ ഹൃദയത്തിലും നാവിലും എൻ്റെ മുകളിലും താഴെയും വലത്തും ഇടത്തും മുന്നിലും പിന്നിലും എല്ലാം നീ പ്രകാശം നൽകണം, എൻ്റെ പ്രകാശം നീ വർദ്ധിപ്പിച്ച് നൽകണമേ. സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞു, ബശ്ശിർ അൽ മശ്ശാഈന ഫി ദ്ദലാമി ബിന്നൂരി താമ്മി യൗമൽ ഖിയാമ. ഇരുട്ടുള്ള നേരത്ത് നിസ്കാരത്തിനു വേണ്ടി ധാരാളമായി നടന്നു പോകുന്നവർക്ക് പരിപൂർണമായ പ്രകാശത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുക, അവർ സന്തോഷിച്ചുകൊള്ളും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഇരുട്ടുള്ള നേരത്ത് നീ അള്ളാഹുവിൻ്റെ മസ്ജിദിലേക്ക് നടന്നു പോവുകയാണ്, മനസ്സിലായില്ലേ? ഇരുട്ടിലൂടെ നടന്നു പോവുകയാണ് അള്ളാഹുവിൻ്റെ മസ്ജിദുകളിലേക്ക്. അങ്ങനെ നടന്നു പോകുന്നവർക്ക് പരലോകത്ത് പരിപൂർണമായ പ്രകാശമുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, മനസ്സിലായി? ഇരുട്ടേറിയ നേരത്തെ നിസ്കാരങ്ങൾ, ഫജ്റിന് പോകുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയ ദുആ ആണ്, ഞാൻ നേരത്തെ ചൊല്ലിയ ദുആ. അള്ളാഹുവിനോട് പ്രകാശത്തിന് വേണ്ടി ദുആ ചെയ്യുക. ആ വെളിച്ചത്തിന് നമ്മൾ ആവശ്യക്കാരാണ്. എപ്പോൾ? അന്ത്യനാളിൽ സലാത്ത് മുറിച്ച് കിടക്കാൻ വെളിച്ചം വേണം, മനസ്സിലായി? അതുകൊണ്ട് ആ നേരത്ത് മസ്ജിദുകളിലേക്ക് നടന്നു പോകുമ്പോൾ അവിടെ സജ്ജീകരിക്കപ്പെട്ട വെളിച്ചം ഉണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ, ആ ഇരുട്ടിൻ്റെ സമയത്താണ് പോകുന്നത്. അതുകൊണ്ടാണ് മുനാഫിക്കുകൾക്ക് പ്രയാസകരമായ നിസ്കാരമാണ് ഇശാവും ഫജ്റും. കാരണം പഴയ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പ്രത്യേകിച്ച് മസ്ജിദിൽ ഇരുട്ടായിരിക്കും, വന്ന ആളെയും വരാത്ത ആളെയും മനസ്സിലാവുകയില്ല. അപ്പോൾ മുനാഫികൾ ആ സമയത്ത് വരികയില്ല. ഒന്നുറക്കത്തിൻ്റെ സമയമാണ്, രണ്ട് വന്നില്ലെങ്കിൽ ആളെ മനസ്സിലാവില്ല, അതുകൊണ്ട് വരികയില്ല. അതുകൊണ്ട് അവർക്ക് അസ്ഖലായ ഏറ്റവും ഭാരമേറിയ നിസ്കാരമാണ് ഫജ്റും ഇശാവും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ സമയത്ത് ജമാഅത്തിന് പോവുക എന്ന് നോക്കൂ, അള്ളാഹു പ്രകാശം നൽകുന്ന, പരലോകത്ത് പ്രകാശമേകുന്ന കാര്യമാണ്. അപ്പോൾ ഈ വെളിച്ചം മുഅ്മിനന് അവൻ ദീൻ പഠിക്കുന്നതിന് വർദ്ധിച്ചു കൊണ്ടിരിക്കും. ഹുദ, ഈ ദീൻ തന്നെ അത് ഹുദയാണ്, വെളിച്ചമാണ്. മനുഷ്യൻ്റെ ഉള്ളിൽ ഈ ഫിത്രത്തുണ്ട്. അതുകൊണ്ട് ദീൻ പഠിക്കുന്നതിന്, അള്ളാഹുവിനെ കുറിച്ച് നീ പഠിക്കുന്നതിന് ഈ ഫിത്രത്താണ് വർദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് നോക്ക്, ഇസ്ലാം പഠിക്കുക എന്നത് മനസ്സിന് സന്തോഷമേകുന്ന കാര്യമാണ്. ഇൽമ് എന്നത് മനസ്സിന് വലിയ സന്തോഷം പകരുന്ന കാര്യമാണ്. എത്രത്തോളം ആ സന്തോഷം കൊണ്ട് ഇഖ്ലാസ് മറന്നു പോകാൻ പോലും സാധ്യതയുണ്ട്. കാരണം ഇത് പഠിക്കുന്നതിന് എന്ത് തോന്നുകയാണ് ഒരാൾക്ക്? വല്ലാത്തൊരു രുചി അനുഭവപ്പെടുകയാണ്. ഇത് ഇബാദത്താണ്. രുചി അനുഭവപ്പെട്ടാലോ അതിനു വേണ്ടി പഠിച്ചു പോകാൻ സാധ്യതയുണ്ട്, മനസ്സിലായില്ലേ? ഇഖ്ലാസ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പക്ഷേ ആ രുചി അത് അള്ളാഹു നൽകുന്നതാണ്. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ശറഈയായ വിജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞത് കാണാം, അൽ ഇഖ്ലാസു അസീസ്. ഇഖ്ലാസ് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പക്ഷേ ഇത് നമുക്ക് മഹബ്ബത്ത് നൽകപ്പെട്ടൊരു കാര്യമായി പോയി. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഇൽമിനെ കുറിച്ച് പറഞ്ഞ കാര്യമാണ് അത്. കാരണം അതിനൊരു മധുരമുണ്ട്, അള്ളാഹു നൽകിയ ഒരു സന്തോഷം അത് പഠിക്കുന്നതിന്, ഖുർആൻ പഠിക്കുന്നതിന്, ഹദീസ് പഠിക്കുന്ന. ഒരു ചെറിയ സൂറത്ത് ഹിഫ്ളാക്കാൻ ശ്രമിച്ചു നോക്കും. ഒരു ചെറിയ സൂറത്ത് ഖുർആനിൽ അത് മനഃപ്പാടമാക്കി കഴിഞ്ഞാൽ, എന്നിട്ട് ഒറ്റയ്ക്ക് പാരായണം ചെയ്ത് തെറ്റാതെ അത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ അള്ളാഹു മനസ്സിൽ തരുന്ന സന്തോഷമുണ്ട്. ഒരു ഹദീസ് മനഃപ്പാടമാക്കുന്നത്, അത് ആ പഠിക്കാൻ ഉദ്ദേശിച്ചത് പൂർത്തിയായി കഴിഞ്ഞാൽ അള്ളാഹു റബ്ബുൽ ആലമീൻ നൽകുന്ന സന്തോഷമുണ്ട്. വലിയ സന്തോഷമാണത്, ചില്ലറ കാര്യമല്ല. നോക്കൂ, ഈ ഫിത്രത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കും റബ്ബിനെ കുറിച്ച് പഠിച്ചാൽ, അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചാൽ. ഈ മനുഷ്യൻ്റെ പ്രകൃതിയിൽ ഈ കാര്യമുണ്ട്. അവൻ ഈ രൂപത്തിലാണ് പടക്കപ്പെട്ടിട്ടുള്ളത്, ഇങ്ങനെയാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഫിത്രത്ത് അതിനുള്ള തെളിവാണ്. ഫിത്രത്ത് തലതിരിഞ്ഞു പോയവർ മാത്രമാണ് അള്ളാഹുവിനെ നിഷേധിക്കുക. രണ്ടാമത്തെ തെളിവ് നമ്മൾ പറഞ്ഞു, അഖലാണ്, ബുദ്ധിയാണ്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, ഒരു വസ്തു ഒരിക്കലും വേറെ ഒന്നിനെ പടക്കുന്നില്ല. ഒരു വസ്തു അതിനെ പടക്കുന്നില്ല.
ഏതെങ്കിലും ഒരു വസ്തു സ്വയം ഉണ്ടായത് നിങ്ങളൊന്ന് കാണിച്ചു തരും. സ്വയം എന്തെങ്കിലും ഒരു പുൽക്കൊടിയെങ്കിലും, ഒരു 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 സൂചിയെങ്കിലും, ഒരു കഷ്ണം നൂലെങ്കിലും, ഒരു തരി മണ്ണെങ്കിലും സ്വയം ഉണ്ടായത് നിങ്ങളൊന്ന് കാണിച്ചു തരും. ഒരിക്കലുമില്ല. ഒരാൾ നടന്നു പോകുമ്പോൾ ഒരു കെട്ടിടം കാണുകയാണ്, ഒരു കെട്ടിടം. രണ്ടാലൊരു സാധ്യത. ഒന്നെന്താണ്? ഇതിൽ ഒരു കല്ല് മറ്റൊരു കല്ലിൻ്റെ മുകളിൽ കയറി നിന്നു, അതിൻ്റെ മുകളിൽ വേറൊരു കല്ല് കയറി നിന്നു, അതിൻ്റെ മുകളിൽ വേറൊരു കല്ല് കയറി നിന്നു, അതിനെ സിമൻറ്റ് തനിയെ വന്ന് തേച്ചു, അത് തനിയെ ഇങ്ങനെ നിർമ്മിക്കപ്പെട്ടു. രണ്ടാമത്തെ സാധ്യത അത് ആളുകൾ നിർമ്മിക്കാനാണ്. നിങ്ങൾ പറയും ഏതാണ് ആക്കൽ? ഏതാണ് ആക്കൽ? ഏതാണ് സാമാന്യ ബുദ്ധി എന്ന് പറയും? എന്നിട്ടാണ് റബ്ബിനെ നിഷേധിക്കുന്നവൻ സ്വയം പേര് വിളിച്ചിരിക്കുന്നത് യുക്തിവാദിയെന്ന്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അവൻ്റെ പേരാണ് യുക്തിവാദിയെന്ന്. ഇതേത് യുക്തിയാണ്? ഇതേത് യുക്തിയാണ്? ഒരു വസ്തു അതിനെ തന്നെ പടക്കുകയില്ല, അതുപോലെ അത് പൊടുന്നനെ ഉണ്ടാവുകയുമില്ല. പൊടുന്നനെ എങ്ങനെ ഉണ്ടാവുക? യാദൃശ്ചികമായി അത് സംഭവിക്കുക. അതുകൊണ്ടാണ് യുക്തിവാദിക്ക് ഏതിൻ്റെയും ഉത്തരം എന്താണ്? യാദൃശ്ചികം മാത്രം. അവർ അവതരിപ്പിക്കാറുള്ള ഈ എങ്ങനെ പിന്നെ മനുഷ്യനുണ്ടായി, പ്രപഞ്ചമുണ്ടായി എന്നതിന് തെളിവായി പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു ഭാഗം, യുക്തിവാദികൾ വലിയൊരു വിഭാഗത്തിൻ്റെ തെളിവ് അതെന്താണ്? അത് പൊട്ടിത്തെറി സിദ്ധാന്തമാണ്. മനസ്സിലായില്ലേ? പൊട്ടിത്തെറിച്ചുണ്ടായതാണ്. തനിയെ വളരെ ഒരു 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 സൂചിമുനയുടെ അത്ര മാത്രം വരുന്നതായിരുന്നു ഈ പ്രപഞ്ചം. അതൊരു മഹാവിസ്ഫോടനത്തിലൂടെ എങ്ങനെയുണ്ടായി? ഈ കാണുന്ന പ്രപഞ്ചമായി മാറിയിരിക്കുന്നു. ശരി, നീ പറയുന്ന സൂചിമുനയുടെ ആ അറ്റം വരുന്ന ഭാഗമുണ്ട്, അതെങ്ങനെ ഉണ്ടായി? അതെങ്ങനെ ഉണ്ടായി എന്ന ചോദ്യമുണ്ട്. ഇത് ഒരു ചെറിയ വസ്തുവായിരുന്നു, അത് പിന്നെ പരിണമിച്ച് പലതായി മാറി. നാലുകാലിയും ഇരുകാലിയും ഒക്കെ ആയി മാറി, സംസാരിക്കുന്നവരായി മാറി, മനുഷ്യനുണ്ടായി. അവൻ്റെ രക്തവും മാംസവും മജ്ജയും അവൻ്റെ രക്തമോടുന്ന കുഴലുകളും അവൻ്റെ തലച്ചോറും മിടിക്കുന്ന ഹൃദയവും, അതുകൂടാതെ അവൻ്റെ ബുദ്ധിയും അവൻ്റെ ഭാവനയും അവൻ്റെ ചിന്തയും അവൻ്റെ സ്നേഹവും അവൻ്റെ വികാര വിചാരങ്ങളും ഒക്കെ എങ്ങനെ ഉണ്ടായി? സദ്ഫ, പൊടുന്നനെ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഖുതിലൽ ഇൻസാനു മാ അക്ഫറ. അള്ളാഹു പറഞ്ഞതുപോലെ മനുഷ്യൻ നശിക്കട്ടെ, എത്ര വലിയ കാഫിറാണവൻ, എത്ര വലിയ നിഷേധിയാണവൻ. മനുഷ്യൻ്റെ അഖൽ അത് ഒരിക്കലും ഈ പറയുന്നതിനോട് യോജിക്കുകയില്ല. നിങ്ങളൊന്ന് പറയൂ, മനോഹരമായൊരു കൊട്ടാരം, മനോഹരമായൊരു കൊട്ടാരം, എല്ലാ സംവിധാനങ്ങളും അതിലുണ്ട്, സകലതും അതിൽ സംവിധാനിച്ചു വച്ചിരിക്കുന്നു. മനോഹരമായ മുറികളുണ്ട്, വിരികളുണ്ട്, കട്ടിലുകളുണ്ട്, അതിൻ്റെ മുന്നിലൊരു തോട്ടം സംവിധാനിച്ചിരിക്കുന്നു. അവിടെ മനോഹരമായ നിറങ്ങൾ അതിന് പകർന്നു നൽകിയിരിക്കുന്നു. ഒരാൾ പറയുന്നത് ഇത് തനിയെ ഉണ്ടായതാണ്. അയാളെ എവിടെ കൊണ്ടുപോയി ആക്കും നമ്മൾ? അങ്ങനെ ഒരുത്തൻ പറഞ്ഞാൽ അവനെ എവിടെ കൊണ്ടുപോയി ചേർക്കും? നോക്കൂ. എന്നാൽ യഥാർത്ഥത്തിൽ ഇതിനേക്കാൾ ഈ പറയുന്ന മനുഷ്യരുണ്ടാക്കിയ കൊട്ടാരങ്ങളെക്കാൾ എത്രയോ കൃത്യമാണ്, എത്രയോ മനോഹരമാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ്, പടപ്പുകൾ. മനുഷ്യൻ അവരെ കുറിച്ച് മാത്രം ചിന്തിച്ചു നോക്കിയാൽ മതി. വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ. അള്ളാഹു പറയല്ലോ വഫി അൻഫുസികും, നിങ്ങളെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഫലാ തുബ്സിറൂൻ, നിങ്ങൾ കാണുന്നില്ലേ? നോക്കൂ, ഇത് ഈ നിരീശ്വരവാദികളുടെ തെളിവുകളെ മുഴുവൻ തകർത്ത് കളയുന്ന ആയത്തുകളാണ് പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് തൂറിൽ അള്ളാഹു പറഞ്ഞ ആയത്തുകൾ. എന്താണത്? അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ അം ഖലഖുസ് സമാവാതി വൽ അർദ് ബൽ ലാ യുഖിനൂൻ. ഈ ആയത്തുകൾ ജുബൈർ ബിൻ മുത്ഇം റളിയല്ലാഹു അൻഹു എന്ന സഹാബി, അദ്ദേഹം കാഫിറായിരുന്ന കാലത്ത് കേൾക്കുകയുണ്ടായി. അദ്ദേഹം ബദറിലെ ബന്ദികളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി മുശ്രിക്കുകളുടെ പ്രതിനിധിയായി മദീനയിലേക്ക് വരികയാണ്. മദീനയിലേക്ക് വരുമ്പോൾ കേൾക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്രിബ് നിസ്കാരത്തിൽ ഇമാമായി നിന്ന് സൂറത്തു തൂർ ഓതുന്നതാണ് കേൾക്കുന്നത്. ഈ ആയത്തുകളെത്തി. അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ അം ഖലഖുസ് സമാവാതി വൽ അർദ് ബൽ ലാ യുഖിനൂൻ. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഹൃദയം കാദ അൻ യതീറ ഖൽബി, എൻ്റെ ഹൃദയം അതിൻ്റെ സ്ഥാനത്ത് നിന്ന് പാറിപ്പോകുന്നത് പോലെ എനിക്ക് തോന്നിപ്പോയി. സുബ്ഹാനല്ലാഹ്. ആയത്തുകൾ കേട്ടിട്ട് എന്താണ് അള്ളാഹു ചോദിക്കുന്നത്? അം ഖുലിഖൂ മിൻ ഗൈരി ശൈ, ഒന്നുമില്ലായ്മയിൽ നിന്ന് പടക്കപ്പെട്ടതാണോ അവർ? സ്വയം തനിയെ ഉണ്ടായതാണോ? അം ഹുമുൽ ഖാലിഖൂൻ, അതല്ല അവർ തന്നെയാണോ അവരെ പഠിച്ചത്? അള്ളാഹു ചോദിക്കുകയാണ്. അം ഖലഖുസ് സമാവാതി വൽ അർദ്, അതല്ല ആകാശങ്ങളെയും ഭൂമിയും പടച്ചത് അവനാണോ?
ബൽ ലാ യുഖിനൂൻ, അല്ല അവർക്ക് യാതൊരു ഉറച്ച ധാരണയുമില്ല. നോക്കൂ നിങ്ങൾ, ഒന്നുകിൽ സ്വയം ഉണ്ടാകണം, തനിയെ ഉണ്ടാകണം, അല്ലെങ്കിൽ അത് തന്നെ അതിനെ പടക്കണം. ഈ രണ്ട് സാധ്യതയും ഇല്ല എങ്കിൽ ഇതില്ല എന്ന് ഉറപ്പാണ്. പിന്നെ ഒരേ ഒരു കാര്യമേ ഉള്ളൂ. എന്താണത്? അതിനെ പടച്ച റബ്ബുണ്ടായിരിക്കണം എന്നതാണത്. അതാണ് അതിനുള്ള യഥാർത്ഥത്തിൽ തെളിവെന്ന് പറയുന്നത്. നിങ്ങൾ നോക്കൂ, ഇത് മനുഷ്യൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അവൻ്റെ സാമാന്യ ബുദ്ധി, കേവല ബുദ്ധിയാണ്. അറാബിയോട് പണ്ട് കാലത്ത് ചോദിച്ചു, എങ്ങനെയാണ് ബിമ അറഫ്ത റബ്ബക്, നിന്റെ റബ്ബിനെ നിനക്ക് എങ്ങനെ മനസ്സിലായി? ഇവർ ഈ പറയുന്ന പൊട്ടിത്തെറി സിദ്ധാന്തവും പരിണാമ സിദ്ധാന്തവും ഒന്നും പഠിച്ചിട്ടില്ലാതെ അറാബി പറയുകയുണ്ടായി, മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ കാലികളുടെ കാഷ്ടം ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആ കാലി അതിലെ പോയിട്ടുണ്ട് എന്നതിനുള്ള തെളിവാണ്. കാലടിപ്പാടുകൾ കണ്ടിട്ടുണ്ട് എങ്കിൽ മരുഭൂമിയിൽ ഇതിലൂടെ ഒരാൾ പോയിട്ടുണ്ട് എന്നതിനുള്ള തെളിവാണ്. എങ്കിൽ ഈ ആകാശങ്ങളും ഭൂമിയും ഈ പർവ്വതങ്ങളും ഈ നക്ഷത്രങ്ങളും ആകാശവും ഇതൊക്കെ ഇതിനെ സൃഷ്ടിച്ച ഖാലിഖായ ജബ്ബാറായ ഒരു റബ്ബുണ്ട് എന്ന് പറഞ്ഞു തരുന്നില്ലേ? ഇതാണ് ചോദ്യം. നിങ്ങളൊരു ചെറിയ കുട്ടിയെ പിന്നിലൂടെ പോയി അത് കാണാതെ ഒന്ന് അടിച്ചു നോക്കി, ചെറുതായി തൊട്ട് നോക്കി, അത് തിരിഞ്ഞെന്ന് ചോദിക്കും, ആരാണ് അടിച്ചത്? നോക്കൂ നിങ്ങൾ, ഈ യുക്തിവാദിയുടെ ബുദ്ധിയായിരുന്നു ആ കുട്ടിക്കെങ്കിലോ ഈ പൊടുന്നനെ സംഭവിച്ചായിരിക്കും. അതിൻ്റെ പിന്നിൽ ഇപ്പോൾ ഒരാളുണ്ടാവണമെന്നില്ലല്ലോ. യാദൃശ്ചികമായി ഒരടി കിട്ടിയതായി എനിക്ക് തോന്നിയിരിക്കാം. അല്ല, കുട്ടി ചോദിക്കുന്നത് ആരാണ് അടിച്ചെന്ന് ചോദിക്കും. മനസ്സിലായില്ലേ? കാരണം അത് അഖലാണ്, ബുദ്ധിയാണ്, യഥാർത്ഥ ബുദ്ധി അതാണ്. യഥാർത്ഥ ബുദ്ധി, കേടുവരാത്ത ശരിയായ ബുദ്ധി അതാണ്. നോക്കൂ നിങ്ങൾ, ഒരുത്തൻ ഖാലിഖായ റബ്ബിനെ നിഷേധിച്ചാൽ അവൻ സ്വന്തം അഖലിനെ, സ്വന്തം മനസാക്ഷിയെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. അവൻ്റെ നാവ് കൊണ്ട് അവൻ റബ്ബില്ല എന്ന് പറയുന്നു. അവൻ്റെ അഖലും അവൻ്റെ ഖൽബും അവനെ നിഷേധിക്കുകയാണ്. അവൻ്റെ നാവ് പറയുന്നതിനെതിരെ അവൻ്റെ ഹൃദയം പറയും, അവൻ്റെ ബുദ്ധി പറയും. അതുകൊണ്ടാണ് നോക്കൂ, യഥാർത്ഥത്തിൽ ലോക ചരിത്രത്തിൽ നിരീശ്വരവാദികൾ, യുക്തിവാദികൾ എന്നൊരു വർഗം അറിയപ്പെട്ടത് വളരെ 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 കുറവാണ്. ചരിത്രത്തിൽ അവരുടെ ഇമാമാരാണ് ഫിറഔനാണ്. അവൻ പറഞ്ഞു, മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി, ഞാനല്ലാതെ ഒരു ഇലാഹ് നിങ്ങൾക്കുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ അറിയുന്നില്ല. അവൻ പറഞ്ഞു, യാ ഹാമാൻ ഉബ്നി ലി സർഹൻ, ഹാമാൻ നീ എനിക്ക് വലിയൊരു ഉയർന്ന കെട്ടിടം പണിതതാണ്. ലഅല്ലി അത്തലിഉ ഇലാ ഇലാഹി മൂസ, അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഞാൻ മൂസായുടെ ഇലാഹിനെ നോക്കട്ടെ. വ ഇന്നി ലഅദുന്നുഹു കാദിബ, മൂസ കളവാണ് പറയുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മൂസ അലൈഹിസ്സലാം ഫിറഔനെ പരിചയപ്പെടുത്തിയത് 7 ആകാശങ്ങൾക്ക് മുകളിലുള്ള റബ്ബിനെയാണ് എന്നതിൽ തെളിവുണ്ട്. ഫിറഔൻ നിഷേധിച്ചുകൊണ്ട് പറഞ്ഞു, വലിയ കെട്ടിടം ഉണ്ടാക്കിയതാണ്, ഞാൻ കയറി നോക്കട്ടെ റബ്ബുണ്ടോ ഇല്ലേ. ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, മൂസ കളവ് പറയുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് ഫിറഔൻ പറഞ്ഞു. മൂസ അലൈഹിസ്സലാം ഫിറഔനോട് പറഞ്ഞത് അള്ളാഹു ഖുർആനിൽ വിവരിച്ചിട്ടുണ്ട്. ലഖദ് അലിംത മാ അൻസല ഹഉലാഇ ഇല്ലാ റബ്ബുസ് സമാവാതി വൽ അർദ്, ഫിറഔൻ നിനക്കറിയാം ഇതെല്ലാം അവതരിപ്പിച്ചത് ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബായ അള്ളാഹുവാണ്, നിനക്കറിയാം. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, വജഹദു ബിഹാ വസ്തൈഖനത്ഹാ അൻഫുസുഹും ദുൽമൻ വഉലുവ, അവർ നിഷേധിച്ചു, പക്ഷേ അവരുടെ ഉള്ളിൽ അവർക്കറിയാം സത്യമാണ് എന്ന്. എന്തിനാണ് നിഷേധിച്ചത്? ദുൽമൻ വഉലുവൻ, അഹങ്കാരത്തോടെ, അക്രമത്തോടെ. നിങ്ങൾ നോക്കൂ, അഹങ്കാരം എന്ന് പറയുന്നത്, കിബർ എന്ന് പറയുന്നത്, പീട്ടിച്ചാൽ കിട്ടാത്ത കിബർ എന്ന് പറയുന്നത് സകല യുക്തിവാദികളുടെയും ഒന്നാമത്തെ അടയാളം വഹിക്കും. കിബർ, അങ്ങേയറ്റത്തെ കടുത്ത അഹങ്കാരം. ആ അഹങ്കാരമാണ് അവനെ റബ്ബിനെ നിഷേധിക്കുന്നതിലേക്ക് നയിക്കുന്നത്. കൊട്ടിയ കിബർ, അങ്ങേറ്റത്തെ അഹങ്കാരിയായിരിക്കും. കിബറനല്ലാത്ത ഒരൊറ്റ യുക്തിവാദി ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അള്ളാഹു അവരെ വിശേഷിപ്പിച്ചതാണ്, ഇം ഫി സുദൂരിഹിം ഇല്ലാ കിബ്റുൻ. അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞു, ഇം ഫി സുദൂരിഹിം ഇല്ലാ കിബ്റുൻ, അവരുടെ ഹൃദയങ്ങളിൽ കിബറൊന്നു മാത്രമാണ്, അഹങ്കാരമൊന്നു മാത്രമാണ്. നോക്കൂ, അതിലേക്ക് എത്തിച്ചേർക്കുന്നത് മനുഷ്യൻ്റെ പല രൂപത്തിലുള്ള അവൻ്റെ വിവരക്കേടുകളും അവൻ്റെ തിന്മകളുമൊക്കെയാണ്. നിരീശ്വരവാദത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതിലേക്ക് പിടിച്ചു പോകുന്ന, നയിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അത് മറ്റൊരു വിഷയമാണ്. ഒന്ന് തിന്മകൾ. കാരണം തിന്മകൾ എന്ന് പറയുന്നത് പണ്ഡിതന്മാർ പറയാറുണ്ട്, അശ്ശഹ്വതു സാബൂൻ ശുബ്ഹ, അശ്ശഹ്വതു സാബൂൻ ശുബ്ഹ,
തിന്മകൾ എന്ന് പറയുന്നത് ശുഭത്തുകൾക്ക് കടന്നു വരാൻ വഴിയൊരുക്കുന്ന സോപ്പ് പോലെയാണ്. അത് വരാനുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. കാരണം തിന്മകളിൽ മുഴുകിയ ഒരുവനെ സംബന്ധിച്ചിടത്തോളം നിരീശ്വരവാദിയാവുക എന്നത് വളരെ എളുപ്പമുള്ള, അവന് തിന്മകൾക്കൊക്കെ ലൈസൻസ് കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. കാരണം പിന്നെ ഒരു വിചാരണ പേടിക്കേണ്ടതില്ല, ഒരു നിയമവും ലോകത്ത് നോക്കേണ്ടതില്ല, ഒരു നിരീക്ഷകനെയോ രക്ഷാശിക്ഷകളെയോ ഒന്നും കാത്തിരിക്കേണ്ടതില്ല. അപ്പോൾ വളരെ എളുപ്പമുള്ള പരിപാടിയാണ് അവനെ സംബന്ധിച്ചിടത്തോളം, ഏറെ എളുപ്പമുള്ള കാര്യം. അതുകൊണ്ട് തിന്മകൾ സൂക്ഷിക്കണം. അത് ശുഭത്തുകളിലേക്ക്, ദീനെക്കുറിച്ചുള്ള സംശയങ്ങളിലേക്ക്, ഒടുവിൽ കുഫറിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് ചെറുതിനെ വളരെ സൂക്ഷിക്കുക. ചെറുതാണ് വലുതിലേക്കും അത് ഏറ്റവും മാരകമായതിലേക്കും നയിക്കുന്നത് അതാണ്. അതുകൊണ്ട് തിന്മകൾ ഇതിനുള്ള വലിയ കാരണങ്ങളിൽപ്പെട്ടതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, മൂന്നാമത്തെ തെളിവ് അത് ശർആണ്. അള്ളാഹുവിൻ്റെ ദീനിയായ മതപ്രമാണങ്ങൾ, അള്ളാഹു അവതരിപ്പിച്ച മുഴുവൻ കിതാബുകളും അള്ളാഹു ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. അള്ളാഹു നിയോഗിച്ച മുഴുവൻ റസൂലുകളും എന്തു പറഞ്ഞിരിക്കുന്നു? റബ്ബ് സുബ്ഹാനഹു വ തആല ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ അള്ളാഹു അവതരിപ്പിച്ച മതനിയമങ്ങൾ അവനുണ്ട് എന്നതിനുള്ള തെളിവാണ്. കാരണം ഈ ദീനി നിയമങ്ങൾ ഇല്ല എങ്കിൽ മനുഷ്യരുടെ അവസ്ഥ എന്തായിരിക്കും? ദീനി നിയമങ്ങൾ മുഴുവൻ യുക്തിപൂർണവും നീതിപൂർണവും കാരുണ്യം നിറഞ്ഞതുമാണ്. അള്ളാഹു അവതരിപ്പിച്ചതാണ് എന്നതിനുള്ള തെളിവാണ് ദീനിയായ നിയമങ്ങൾ മാത്രം എടുത്താൽ നമുക്ക് മനസ്സിലാവുമെന്ത് ഇത് റബ്ബ് സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതാണ് എന്ന്. ദീനിലെ നിയമങ്ങൾ അങ്ങനെയാണ്. കാരണം നിയമങ്ങൾ ഏറ്റവും നീതി നിറഞ്ഞതാണ്. മനുഷ്യൻ്റെ ജീവിതം, സാമൂഹിക വ്യവസ്ഥ നന്നാക്കുന്നതാണ്, കാരുണ്യം നിറഞ്ഞതാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷം കൊണ്ട് പഠിപ്പിച്ചത് ഒരിക്കലും ഒരാൾക്ക് റബ്ബിൻ്റെ വഹിയില്ലാതെ പഠിപ്പിക്കാൻ സാധ്യമല്ല. ഒരിക്കലും സാധ്യമല്ല. അതേ ശർഇനെ കുറിച്ച് മാത്രം ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എങ്ങനെയാണ് 23 കൊല്ലം കൊണ്ട് ഇങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ മുക്കും മൂലകളിലുമുള്ള നിയമങ്ങൾ ഇത്രയും വിശദമായി കണിശമായി പഠിപ്പിക്കാൻ സാധിക്കുക? റബ്ബിൻ്റെ വഹിയില്ലാതെ സാധിക്കുകയില്ല. തെറ്റായ നിയമം കൂടി പഠിപ്പിക്കാൻ കഴിയില്ല. പിന്നെ ഏറ്റവും ശരിയായത് ഇങ്ങനെ എല്ലാ കാര്യത്തിനും, എല്ലാ വിഷയത്തിനും ദീനിൽ വിധിവിലക്കില്ലാത്ത ഏത് കാര്യമുണ്ടെങ്കിലും ചിന്തിച്ച് നോക്കും. കുടുംബജീവിതമാകട്ടെ, നീ രാവിലെ എഴുന്നേറ്റത് മുതൽ കിടന്നുറങ്ങുന്നത് വരെ, നിൻ്റെ കച്ചവടവും വിവാഹവും, ഭരണാധികാരികളുടെ നിയമങ്ങൾ, ഭരണീയരുടെ നിയമങ്ങൾ, നിൻ്റെ ഇബാദത്തുകൾ, നിൻ്റെ കച്ചവടം, നിൻ്റെ കൊടുക്കൽ വാങ്ങലുകൾ, നിൻ്റെ വിവാഹമോചനം, കടം, പലിശ, അതുപോലെ കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷകൾ, ഇങ്ങനെ നോക്കൂ. നിൻ്റെ അയൽവാസികളോടുള്ള ബന്ധം, മാതാപിതാക്കളോടുള്ള ബന്ധം, മക്കളോടുള്ള ബന്ധം, അനന്തര സ്വത്തുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, ഏതേത് കാര്യങ്ങളാകട്ടെ, നിൻ്റെ കീഴിലുള്ള നാൽക്കാലികളാകട്ടെ, അടിമകളാകട്ടെ, ആരാകട്ടെ, എന്താകട്ടെ, ഏതുമായി ബന്ധപ്പെട്ട നിയമങ്ങളും അള്ളാഹുവിൻ്റെ ദീനിൽ കാണാം. എനിക്ക് എന്തൊക്കെ തിന്നാം, എന്തൊക്കെ തിന്നാൻ പാടില്ല, എന്തൊക്കെ കൊടുക്കാം, എന്തൊക്കെ കൊടുക്കാൻ പാടില്ല, എന്തു പറയാം, എന്ത് പറയാൻ പാടില്ല. യാ സുബ്ഹാനല്ലാഹ്, ഈ ദീൻ തന്നെ ഏറ്റവും വലിയ അത്ഭുതമാണ്. നാലാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, ഹിസ്, മനുഷ്യരുടെ അനുഭവമാണ്. മനുഷ്യന് അനുഭവിച്ചറിയാം. അതിനുള്ള ഇതിൻ്റെ കീഴിൽ വരുന്ന പ്രധാനപ്പെട്ട തെളിവുകളിലൊന്നാണ് ദുആ ചെയ്താൽ നിനക്ക് റബ്ബ് ഉത്തരം നൽകുന്നു എന്നത്. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും പ്രയാസങ്ങളുടെ നടുക്ക് നിൽക്കുന്ന സമയത്ത് ദുആഇനെ ചോദിച്ചതങ്ങനെ ലഭിച്ച അനുഭവമില്ലാത്ത ആരും നമ്മുടെ കൂട്ടത്തിൽ. നമ്മൾ ആലോചിച്ച് നോക്കും. ദുആഇന് റബ്ബ് സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുന്നു, റബ്ബുണ്ട് എന്നതിനുള്ള തെളിവാണ്. അള്ളാഹുവിൻ്റെ നബിമാരുടെ ദുആകൾ നോക്കൂ നിങ്ങൾ. അള്ളാഹുവിൻ്റെ നബിമാരുടെ പ്രാർത്ഥനകൾ നോക്കൂ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മിമ്പറിൽ നിൽക്കുകയാണ്. ഒരാൾ വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, മഴയില്ല, ക്ഷാമമാണ്, കാലികൾ ചത്തു, കൃഷി നശിച്ചു, ഒക്കെ പോയിരിക്കുന്നു, അള്ളാഹുവിനോട് ദുആ ചെയ്താലും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ മിമ്പറിന് മുകളിൽ വെച്ച് കൈകൾ ഉയർത്തുകയാണ്. മിമ്പറിന് മുകളിൽ ഇമാം കൈകൾ ഉയർത്തി, രണ്ട് കൈകളും ഉയർത്തി ദുആ ചെയ്യാൻ തെളിവുള്ളത് ഏത് കാര്യത്തിലാണ്? മഴയ്ക്ക് വേണ്ടി. അപ്പോൾ മഅ്മൂമുകൾക്കും എന്ത് ചെയ്യാം? കൈകൾ ഉയർത്താം.
അതല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഇമാം ഇരു കൈകൾ ഉയർത്തേണ്ടതില്ല ജുമാ ഖുതുബയിൽ. അതുപോലെ മഅ്മൂമുകളും എന്ത് ചെയ്യേണ്ടതില്ല? ഇരു കൈകളും ഉയർത്തേണ്ടതില്ല. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുമ്പോൾ ഒരു വിരൽ ഉയർത്തി ഖുതുബക്കിടയിൽ ദുആ ചെയ്തിട്ടുണ്ട്. ഒരു വിരൽ മാത്രം, മറ്റുള്ള കാര്യങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. സഹാബത്ത് പറയുകയാണ്, ഒരു മേഘത്തിൻ്റെ ഒരു അടയാളം, ഒരു കഷ്ണം പോലെ ഇവിടെയില്ല. ആ സമയത്ത് ആകാശത്തില്ല. ഇത് ശ്രദ്ധിക്കുക, മേഘത്തിൻ്റെ ഒരു കഷ്ണം പോലും ആകാശത്തില്ല. തെളിഞ്ഞ ആകാശമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തപ്പോൾ അതാ എങ്ങനെന്നറിയാതെ മേഘങ്ങൾ വരുന്നു, മഴ പെയ്യുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താടി നനഞ്ഞു കുതിർന്നിട്ടാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ താഴെ ഇറങ്ങുന്നത്. താടി നനഞ്ഞു കുതിർന്നിട്ട്. മസ്ജിദിൽ നിന്ന് വീട്ടിലേക്ക് എല്ലാവരും പോകുന്നത് വെള്ളത്തിലാണ്. ആരാണ് ദുആക്ക് ഉത്തരം നൽകി? നിങ്ങൾ പറയൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ദുആവും ഈ ഉത്തരവും ഇത് കളവാണോ? അല്ല. അതിന് ആ മനുഷ്യരെല്ലാം സാക്ഷികളാണ്. നൂഹ് അലൈഹിസ്സലാം ദുആ ചെയ്തപ്പോൾ ഭൂമിപ്പുറത്തുള്ള നൂഹ് നബിയിൽ വിശ്വസിക്കാത്ത മുഴുവൻ മനുഷ്യരെയും അള്ളാഹു നശിപ്പിച്ചു. ഒരൊറ്റ ദുആ, അന്നി മഗ്ലൂബുൻ റബ്ബേ, എന്നാളുകൾ പരാജയപ്പെടുത്തിയിരിക്കുന്നു, ഫന്തസിർ, സഹായിക്കണേ റബ്ബേ, ഇതാ ഇവരെ നീ നശിപ്പിക്കണേ റബ്ബേ. നൂഹ് അലൈഹിസ്സലാമിൻ്റെ ദുആ ലോകത്തന്ന് ഉള്ള മനുഷ്യർ മുഴുവൻ നൂഹ് അലൈഹിസ്സലാമിൽ വിശ്വസിച്ച കപ്പലിൽ കയറി ആളുകൾ ഒഴികെ മുഴുവൻ പേരെയും അള്ളാഹു തുടച്ചു നിൽക്കുകയാണ്. ഒരാളും ബാക്കിയില്ല. നോക്കൂ നിങ്ങൾ, ഹൂദ് അലൈഹിസ്സലാം ദുആ ചെയ്യുകയാണ്. അഭിമാകാരന്മാരായ മനുഷ്യർ ഒന്നാകെ കാറ്റിൽ മുകളിലേക്ക് എടുത്തു ഉയർത്തപ്പെടുകയാണ്. താഴേക്ക് തലകുത്തി വീഴുകയാണ്. തല വേറെ, ഉടൽ വേറെ. അള്ളാഹു പറഞ്ഞു, ഏതുപോലെ? കഅജാസി നഖ്ലിൻ മുൻഖഅർ, തല പോയ ഈത്തപ്പന തടി പോലെ. അത്രയും വലിപ്പമുണ്ടായിരുന്നു. കാറ്റെടുത്ത് മുകളിലേക്ക് കൊണ്ടുപോയി, താഴേക്ക് വീണു. തല വേറെ, ഉടൽ വേറെ. ആരാണ് മൂസ അലൈഹിസ്സലാമിൻ്റെ ദുആന് ഉത്തരം നൽകി ആ കടലിനെ പിളർത്തിയത്? ആരാണ് ഈസ അലൈഹിസ്സലാമിനെ ആ ആളുകൾക്കിടയിൽ, കുരിശിലേറ്റാൻ വന്ന ആളുകൾക്കിടയിൽ മുകളിലേക്ക് കൊണ്ടുപോയത്? അല്ലാഹു റബ്ബുൽ ആലമീൻ. നോക്കൂ, ഈ നബിമാരുടെ ഞാൻ ഈ പറഞ്ഞ ചരിത്രങ്ങൾ, ഇത് ഒരു മനുഷ്യനും നിഷേധിക്കാനാകാത്ത ചരിത്രമാണ്. എന്തുകൊണ്ടാണ്? കാരണം ഇതിന് കോടാനുകോടി മനുഷ്യരുടെ സാക്ഷിയാണ് ഈ ചരിത്രം. നബിമാരുടെയും അവരുടെ അനുയായികളുടെയും പ്രതികൂലികളുടെയും ചരിത്രം ഒരാൾ നിഷേധിച്ചാൽ ശ്രദ്ധിക്കുക, അള്ളാഹുവിൻ്റെ നബിമാരുടെയും അവരുടെ അനുയായികളും പ്രതികൂലികളും ഒക്കെ തമ്മിലുള്ള ചരിത്രമുണ്ടല്ലോ, നബിമാരുടെ ചരിത്രങ്ങൾ, ഞാൻ ഈ പറഞ്ഞ ചരിത്രങ്ങൾ. ഇതാരെങ്കിലും ഒരാൾ നിഷേധിച്ചാൽ ലോകത്തൊരു ചരിത്രവും അവന് പിന്നെ അംഗീകരിക്കാൻ കഴിയില്ല. അവൻ കാണാത്തൊന്നും പിന്നെ അംഗീകരിക്കാൻ കഴിയില്ല. ഒരാൾ പറയാൻ ഇവിടെ നിന്നിട്ട് അമേരിക്ക എന്നൊരു രാജ്യം ഇല്ല, അങ്ങനൊരു രാജ്യം ലോകത്തില്ല. എന്താ കാരണം? ഞാൻ കണ്ടിട്ടില്ല. ഒരാൾ പറയണത് ഹിറ്റ്ലർ എന്നൊരു ഭരണാധികാരി ലോകത്ത് ജീവിച്ചിട്ടില്ല. എന്താണ് കാരണം? ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരാൾ പറഞ്ഞാലോ എവിടെ കൊണ്ടാക്കും അയാളെക്കുറിച്ച് നമ്മൾ എന്ത് പറയും? നിങ്ങൾ ചിന്തിച്ച് നോക്കുക, അയാളെക്കുറിച്ച് എന്ത് പറയും? ഇതുപോലെയാണ് അള്ളാഹുവിൻ്റെ നബിമാരുടെ ചരിത്രത്തെ ഒരുവൻ നിഷേധിച്ചാൽ. കാരണം അത് അത്രയും അറിയപ്പെട്ട കാര്യമാണ്. കോടാനുകൂടി മനുഷ്യർ നബിമാരുടെ ചരിത്രത്തിനും നബിമാരുടെ സിദ്ഖിനും സാക്ഷികളാണ്. നബിമാരുടെ സത്യസന്ധതക്കും നബിമാരുടെ ചരിത്രത്തിനും കോടാനുകൂടി മനുഷ്യർ സാക്ഷികളാണ്. അവരാണ് റബ്ബുണ്ട് എന്ന് നമുക്ക് പറഞ്ഞത്. മനസ്സിലായില്ലേ? നിരീശ്വരവാദിക്കോ ആരാണ് അവന് പറഞ്ഞു കൊടുത്തത്? പരിണമിച്ച് മനുഷ്യനുണ്ടായത് എന്ന് ഡാർവിൻ പറഞ്ഞു കൊടുത്തതാണ്. മനസ്സിലായി? അവൻ പറയുന്നു ദീനിൽ വിശ്വസിച്ചവരെ കുറിച്ച് അന്ധവിശ്വാസികളാണ്. ഇവനിത് പരീക്ഷണം നടത്തി കണ്ടുപിടിച്ചതാ? അല്ല, അവൻ്റെ ദലാലത്തിൻ്റെ ഇമാം പറഞ്ഞു കൊടുത്തു, അത് തൊണ്ടോടാതെ വിഴുങ്ങി. മനസ്സിലായില്ലേ? ഇങ്ങനെ ലോകത്തൊരിക്കലും സത്യസന്ധതയ്ക്ക് അറിയപ്പെടാത്ത, അല്ല, ലോകത്ത് കള്ളത്തരത്തിനും വഞ്ചനക്കും അറിയപ്പെട്ട ഇമാമമാരാണ് അവരുടെ ഇമാമമാർ. നമ്മുടെ ഇമാമമാർ അല്ലാഹുവിൻ്റെ അംബിയാഅ്, സത്യസന്ധതയ്ക്ക് അറിയപ്പെട്ട ആളുകൾ. മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധിയാണെന്ത്? സത്യസന്ധമായ സ്രോതസ്സിൽ നിന്ന് കിട്ടുന്ന വിവരം വിശ്വസിക്കാമെന്നത്. അങ്ങനെയല്ലാതെ ലോകം മുന്നോട്ട് പോവുകയില്ല. മനസ്സിലായില്ലേ? കാണുന്നത് നമ്മൾക്ക് ഉറപ്പാണ്, അത് ശരിയാണ്. കേൾക്കുന്നത് ശരിയാണ്, ഉറപ്പാണ്. നമ്മൾ കേട്ടത്, നമ്മൾ കണ്ടത്, നമ്മൾ തൊട്ടത്, നമ്മൾ പിടിച്ചത്, നമ്മൾ മണത്തത്, ഇതൊക്കെ നമുക്ക് നേരിട്ടുള്ള അനുഭവമാണ്. ഈ അനുഭവങ്ങളിൽ മാത്രമല്ല, സത്യസന്ധമായ സ്രോതസ്സുകളിൽ നിന്ന്
കിട്ടുന്ന വിവരം വിശ്വസിക്കുക എന്നത് മനുഷ്യൻ്റെ കേവല ബുദ്ധിയാണ്, സാമാന്യ ബുദ്ധിയാണ്. ഏറ്റവും സത്യസന്ധമായ സ്രോതസ്സുകളാണ് അള്ളാഹുവിൻ്റെ നബിമാർ, റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ റസൂൽ. അവർ കൊണ്ടുവന്ന വിജ്ഞാനമില്ല എങ്കിൽ ഈ ലോകം ഇങ്ങനെ നിലനിൽക്കുകയില്ല. ലോകത്തുള്ള ഏത് നന്മയുണ്ടോ, ഏത് നീതിയുണ്ടോ, ഏത് നല്ല നിയമമുണ്ടോ, നമ്മൾ നന്മ, നീതി, കാരുണ്യം, ധാർമ്മികത എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ടോ, മുസ്ലിമും ഗാഫറൊക്കെ പറയാറുണ്ടല്ലോ. ഇത് പഠിപ്പിച്ചതാരാണ് ലോകത്ത്? ലോകർ പഠിപ്പിച്ചതാരാണ്? നിങ്ങൾ പറയൂ. അള്ളാഹുവിൻ്റെ നബിമാരാണ്. അവർ പഠിപ്പിക്കാത്ത ഏത് നന്മയുണ്ട്, അവനാണ് മനുഷ്യരെ ഇത് പഠിപ്പിച്ചത്. നീ ഏത് ലാബിൽ കൊണ്ടുപോയി ഇറങ്ങിയാലും, എന്ത് ടെസ്റ്റ് നീ നടത്തിയാലും, ഒരു ടെസ്റ്റും ഒരു പരീക്ഷണവും നിനക്ക് മനുഷ്യരോട് റഹ്മത്ത് കാണിക്കണമെന്ന് പഠിപ്പിച്ചു തരില്ല. ഒരു ടെസ്റ്റും നിനക്കത് പഠിപ്പിച്ചു തരില്ല. ഒരു ശാസ്ത്രവും പഠിപ്പിച്ചു തരികയില്ല. അതാരാണ് പഠിപ്പിച്ചത്? അള്ളാഹുവിൻ്റെ അമ്പിയാണ്, അള്ളാഹുവിൻ്റെ റസൂലുകളാണ്. അവർ കൊണ്ടുവന്ന വിജ്ഞാനം സ്വീകരിക്കാതെ മനുഷ്യർക്ക് മുന്നോട്ട് പോവുക സാധ്യമല്ല. ഇമാം അബ്ദുറഹ്മാൻ ബിൻ നാസിർ സഅദി റഹിമഹുല്ലാഹ്, അദ്ദേഹം നിരീശ്വരവാദികൾക്ക് മറുപടി പറഞ്ഞ സലഫി ഉലമാക്കളിൽ ഏറെ പ്രസിദ്ധനാണ്. അദ്ദേഹത്തിൻ്റെ ആ വിഷയത്തിലെ സംഭാവനകൾ വളരെ മഹത്തരമാണ്. അദ്ദേഹത്തിൻ്റെ കിതാബുകളിൽ അവർക്കെതിരെയുള്ള മറുപടികളിൽ ഊന്നി പറഞ്ഞ കാര്യം ഇതാണ്: റസൂലുകൾ കൊണ്ടുവന്ന വിജ്ഞാനം, അള്ളാഹുവിൻ്റെ നബിമാർ അതില്ലാതെ ലോകത്തിന് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അതില്ലാതെ ലോകത്തിന് മുന്നോട്ട് കൊണ്ടുപോവുക ഒരിക്കലും സാധ്യമല്ല. ഒരു നിയമം ഇവിടെ നിൽക്കുകയില്ല. കാരണം അവർ പഠിപ്പിച്ച നന്മകളാണിത്. അവർക്ക് എവിടെ നിന്നാണത് ലഭിച്ചത്? അള്ളാഹുവിൻ്റെ വഹിയാണ്. അപ്പോൾ നോക്കൂ, റബ്ബ് ഇങ്ങനെ കടൽ പിളർത്തിയത് മരിച്ചവരെ ജീവിപ്പിച്ചു കൊണ്ടുവന്നത്. ഈസ അലൈഹിസ്സലാമിൻ്റെ മുന്നിൽ മരിച്ചവരെ അള്ളാഹു ജീവിപ്പിച്ചു കൊണ്ടുവന്നിരുന്നു. ജന്മന അന്ധരായവരെ ഒന്ന് തടവിയാൽ അവർക്ക് കാഴ്ച തിരിച്ചു ലഭിക്കുമായിരുന്നു. വെള്ളപ്പാണ്ടുള്ളവർക്ക് രോഗം മാറുമായിരുന്നു. ഈ അത്ഭുതങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല ഉണ്ട് എന്നതിനുള്ള തെളിവാണ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തതാ ചന്ദ്രൻ രണ്ടായി പിളരുകയാണ്. അവിടുത്തെ കയ്യിലൂടെ എത്രയോ തവണ ഭക്ഷണം വർദ്ധിപ്പിക്കുകയാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ്. ഇതെല്ലാം നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആല ഉണ്ട് എന്നതിനുള്ള തെളിവുകളാണ്. അള്ളാഹു ഉണ്ട് എന്നതിനുള്ള തെളിവുകളാണ്. ഇതിൽ 4 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. 1 ഫിത്ര, 2 അൽ അഖൽ, 3 ശറഅ, 4 അൽ ഹിസ്. 4 തെളിവുകൾ. ഈ 4 തെളിവുകൾ എന്നാൽ ഇതിന് കീഴിൽ ഒരുപാട് തെളിവുകൾ വരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്നതിനുള്ള തെളിവ് പോലെ മറ്റൊന്നിനും തെളിവില്ല എന്ന് മനസ്സിലാക്കുക. അതാണ് ഏറ്റവും വലിയ തെളിവ്. ഷെയ്ഖുൽ ഇസ്ലാം ബിൻ തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ മജ്മൂഉൽ ഫതാവയിൽ പറയുകയുണ്ടായി, എല്ലാ കാര്യത്തിൽ നിന്നും നിനക്ക് റബ്ബുണ്ട് എന്ന് മനസ്സിലാക്കാം. ഏത് കാര്യത്തിലും റബ്ബുണ്ട് എന്നതിനുള്ള ആയത്തുണ്ട്. ഒരു കാര്യവുമില്ല റബ്ബുണ്ട് എന്നതിനുള്ള തെളിവില്ലാതെ. സകല കാര്യത്തിലും എന്തുണ്ട്? റബ്ബുണ്ട് എന്നതിനുള്ള തെളിവുണ്ട്. വേറൊരു നിലക്ക് പറഞ്ഞാൽ അതാണ് കൂടുതൽ ശരി. അതായത് ഇതിലൂടെ ഒക്കെയാണ് നീ നിൻ്റെ റബ്ബിനെ അറിഞ്ഞത്, ശരിയാണ്. പക്ഷെ അതിലും അപ്പുറത്തേക്ക് ശരി എന്താണ്? റബ്ബുള്ളത് കൊണ്ടാണ് ഇതൊക്കെ നീ അറിഞ്ഞത്. മനസ്സിലായില്ലേ? അള്ളാഹു ഉണ്ട് എന്നതുകൊണ്ടാണ് ഇതൊക്കെ നീ അറിഞ്ഞത്. നിനക്കിതെല്ലാം അറിയിച്ചു തന്നത് റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. അവനിൽ ശ്വാസമില്ലാത്തവൻ്റെ ജീവിതം, സഹോദരങ്ങളെ, ജീവിതമല്ല. അവനെക്കുറിച്ച് അറിയുക എന്നതിനോളം നമ്മുടെ ഹൃദയത്തിന് നന്മ തരുന്ന, ഹൃദയത്തിന് സന്തോഷമേകുന്ന മറ്റൊരു കാര്യമില്ല. ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കട്ടെ, ഈ കിതാബ് അഖീദത്തുൽ വാസിത്തിയ്യ ഇത് യഥാർത്ഥത്തിൽ റബ്ബിനെ കുറിച്ചുള്ള കിതാബാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള കാര്യമാണിതിൽ വളരെ പ്രധാനമായും അഹ്ലുസുന്നത്തിൻ്റെ ബാക്കി അഖീദകൾ പറയുന്നുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ പേരുകളിലൂടെ, വിശേഷണങ്ങളിലൂടെയുള്ള മനോഹരമായ സഞ്ചാരം ഈ കിതാബിൻ്റെ വലിയ പ്രത്യേകതയാണ്. നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഇതിനുള്ള കിതാബാണ് യഥാർത്ഥത്തിൽ ഇത്. അല്ലാഹു റബ്ബുൽ ആലമീൻ നല്ല നിലക്ക് പഠിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് വരുന്ന ദർസിൽ വിശദീകരിക്കാം. അല്ലാഹു തആല അലം. സല്ലല്ലാഹു വസല്ലം വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.